ചരിത്രാതീത കാലം മുതൽ കേരളത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ സ്പൈസസ് ലോകപ്രസിദ്ധമാണ്. 2500 വർഷങ്ങൾക്ക് മുമ്പ് സോളമൻ ചക്രവർത്തിയുടെ കപ്പലുകൾ ഇവയ്ക്കായി കേരളത്തിലെ പൂവാർ തുറമുഖം സന്ദർശിച്ചതായി ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. ക്രിസ്താബ്ദം 1-ാം നൂറ്റാണ്ടിൽ സുഗന്ധദ്രവ്യങ്ങൾ സംഭരിക്കുവാനായി റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസറിൻ്റെ ഒരു സ്ഥാനപതിയും സംഘവും കേരളത്തിൽ സ്ഥിരമായി താമസിച്ചിരുന്നു എന്നതിനും തെളിവുകളുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ റോമാ പട്ടണം ആക്രമിക്കപ്പെട്ടപ്പോൾ, ബാർബേറിയൻസ് ആക്രമിച്ചപ്പോൾ റോം നശിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ പ്രതിഫലമായി അലാറിക്ക്, ബാർബേറിയൻ തലവനായി അലാറിക്ക് ആവശ്യപ്പെട്ടത് കേരളത്തിൽ നിന്നെത്തിയ ഒരു കപ്പൽ സുഗന്ധദ്രവ്യങ്ങളായിരുന്നു പകരമായി. ഇന്ത്യൻ സ്പൈസസിന്, പ്രത്യേകിച്ച് കേരളത്തിലെ പാചകത്തിന് ഉപയോഗിക്കുന്ന സ്പൈസസിന് ഈ അടുത്ത കാലത്ത് വീണ്ടും അമേരിക്കയിൽ താല്പര്യം കൂടുന്നു. നമ്മുടെ വെളിച്ചെണ്ണയിലും വെണ്ണയിലും വെളുത്ത അരിയിലുമെല്ലാം ആരോഗ്യത്തിന് അപകടം പതിയിരിക്കുന്നുവെന്ന് പ്രചരിക്കപ്പെടുമ്പോൾ തന്നെ കേരള പാചകത്തിൽ ചില നല്ല കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത തികച്ചും നമുക്ക് സന്തോഷകരമാണ്. എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം ആരാണ് ഇതിനെപ്പറ്റി പറയുന്നത്, എവിടെ വെച്ചാണ് ഈ ഉപദേശം നൽകുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഈ ഉപദേശങ്ങൾ അതിനു പുറകിൽ പരസ്യപ്പെടുത്തുന്ന അവരുടെ എന്തെങ്കിലും സാമ്പത്തികമോ വ്യാവസായികവുമായ താല്പര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ സൂക്ഷിക്കണം. ദിവസവും വെളിച്ചെണ്ണ കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് എത്ര വലിയ വിദഗ്ധനാണെങ്കിലും അത് നാളികേര കർഷകരുടെ സമ്മേളനത്തിൽ പ്രതിഫലം പറ്റിക്കൊണ്ടുള്ള ഒരു പ്രസംഗത്തിലാണെങ്കിൽ അത് അല്പം കരുതലോടെ നാം സ്വീകരിക്കാവൂ. വെണ്ണയും പാലും നിയന്ത്രണമില്ലാതെ ഇഷ്ടം പോലെ ഉപയോഗിച്ചു കൊള്ളണമെന്ന് അമേരിക്കയിൽ ക്ഷീരകർഷകരുടെ, ഡയറി ഫാർമേഴ്സിൻ്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന കാർഡിയോളജിസ്റ്റിനെ പറ്റിയും കേട്ടിട്ടുണ്ട്. സ്ഥാപിത താല്പര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ അല്പം സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ ഇത്തരം ഉപദേശങ്ങൾ നാം ആരും സ്വീകരിക്കാവൂ. സായിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ടേക്ക് ഓൾ ഓഫ് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. എന്നാൽ കേരള പാചകത്തിലെ സ്പൈസസിനെ പറ്റിയുള്ള പുതിയ പഠനങ്ങൾ ഇതിൽ നിന്നും വിഭിന്നമാണ്. അമേരിക്കയിലും യൂറോപ്പിലുമാണ് ഈ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഗവേഷകർക്ക് കേരളവുമായോ കേരളത്തിൻ്റെ സുഗന്ധ ദ്രവ്യ വ്യഞ്ജനങ്ങളുടെ വ്യാപാരവുമായോ ഒരു ബന്ധവുമില്ലാത്തവരാണ്. ഈ പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും പ്രത്യേകിച്ച് ലോകപ്രശസ്തമായ UCLAയിലെ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഇൻ ലോസ് ആഞ്ചലസിലെ മെഡിസിൻ്റെ പ്രൊഫസറും ഹ്യൂമൻ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനുമായ ഡോക്ടർ ഡേവിഡ് ഹാർബർ നടത്തിയ വിപുലമായ ഗവേഷണ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയും കേരളീയ സ്പൈസസിനെ പറ്റി ഇന്ന് നമുക്കറിയാവുന്ന അല്പം ചില കാര്യങ്ങൾ ഇവിടെ പറയാം. നമ്മുടെ സ്പൈസസിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾ എന്ന ഘടകമാണ് അതിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുഖ്യ കാരണം എന്ന് കരുതപ്പെടുന്നു. നമ്മുടെ സ്പൈസസിൽ ധാരാളമായുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം പരിപോഷിപ്പിച്ച് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ മിക്ക സ്പൈസസിലും ഉള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പവർ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. രക്തധമനികളിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് പലപ്പോഴും ഹാർട്ട് അറ്റാക്കിൻ്റെയും സ്ട്രോക്കിൻ്റെയും ഒക്കെ അടിസ്ഥാന കാരണം ഇന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് ദീർഘകാലമായി നിലനിൽക്കുന്ന ഇൻഫ്ലമേഷൻ ക്യാൻസറിനും കാരണമായേക്കാം. ശരീരത്തിലെ സന്ധികളെ ബാധിക്കുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻ ആണല്ലോ ആർത്രൈറ്റിസ്. സ്പൈസ് ഉപയോഗിച്ചാൽ ഇൻഫ്ലമേഷൻ കുറയുമെങ്കിൽ ഈ രോഗങ്ങൾക്കെതിരായ പ്രതിരോധ ശക്തിയും ഈ സ്പൈസസിന് നിശ്ചയമായും ഉണ്ട്. നാം പാചകത്തിന് ഉപയോഗിക്കുന്ന ചില സ്പൈസസുകളെ പറ്റിയും അവയെക്കുറിച്ച് ശാസ്ത്രീയ നിരീക്ഷണത്തിൽ കാണുന്നത് എന്തെന്നും നമുക്ക് നോക്കാം. ഒന്നാമതായി നമ്മുടെ സിനമൺ അഥവാ കറുവപ്പട്ട. ഇത് രക്തധമനികളിലെ ആർട്ടീരിയോസ്ക്ലീറോസിസ് കുറയ്ക്കുന്നു. കൊളസ്ട്രോളിനും ബ്ലഡ് പ്രഷറിനും ഇത് കുറച്ചേക്കാം. ഇത് രോഗികളുടെ നിരീക്ഷണം മൂലവും ലാബറട്ടറി ആനിമൽസിലുള്ള ടെസ്റ്റ് മൂലവും തെളിയിക്കപ്പെട്ടുള്ള കാരണമാണ്.
ഈ റിപ്പോർട്ട് വന്ന ശേഷം അമേരിക്കയിൽ ധാരാളം അമേരിക്കക്കാർ കാപ്പിയിലും ചായയിലും എല്ലാം ഇത് സിനമൺ ചേർത്ത് കഴിക്കാറുണ്ട്. നമ്മുടെ ടൂമറിക് ആൻഡ് ജിഞ്ചർ, മഞ്ഞളും ഇഞ്ചിയും വളരെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പവറുള്ള 2 സ്പൈസസ് ആണിവ. ആർത്രൈറ്റിസ് രോഗികളെ ഇത് സഹായിക്കുന്നതായി കാണുന്നു. ചില ക്യാൻസറിനും ഒരുപക്ഷേ ഇതുകൊണ്ട് പ്രയോജനമുണ്ടായേക്കാം എന്ന് സൂചിപ്പിക്കുന്ന ചില പഠനങ്ങളുമുണ്ട്. മറ്റൊന്ന് ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളി, ഫംഗസിനെതിരായിട്ടും ബാക്ടീരിയയ്ക്കെതിരായിട്ടും വൈറസിനെതിരായും പ്രവർത്തിക്കുന്ന ചില ഘടകങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. രക്തധമനികളിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതയും ഇത് കുറയ്ക്കുന്നതിനാൽ ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കാനും സ്ട്രോക്കിനെതിരായും ഇതിന് ശക്തി ഉണ്ടാവാം. പലതവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ബൈപ്പാസ് സർജറിക്ക് വിധേയനായിട്ടുള്ള സുപ്രസിദ്ധ അമേരിക്കൻ ജേർണലിസ്റ്റ് ലാരി കിങ് ഇന്ന് ഗാർലിക്കിൻ്റെ ഒരു വലിയ പ്രചാരകനാണ്. വെളുത്തുള്ളി കഴിച്ചാൽ വായിൽ ദുർഗന്ധമുണ്ടാകുമെന്ന് ഭയപ്പെടുന്നവർക്ക് ഇന്ന് ഗന്ധമൊന്നുമില്ലാത്ത ഗാർലിക് ഗുളികകളും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുവാൻ കിട്ടും. ക്ലോവ്സ്, ഗ്രാമ്പൂ, ഇതിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തെ സഹായിക്കും. മസ്റ്റാർഡ് സീഡ്സ്, നമ്മുടെ കടുക് പൊട്ടിച്ചത്, ദഹനത്തെ സഹായിക്കും. ക്യാൻസറിന് പ്രതിരോധ ശക്തി ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന സൂചനകളും പല പരീക്ഷണങ്ങളിലും കാണുന്നുണ്ട്. കൊറിയാൻഡർ, നമ്മുടെ മല്ലിപ്പൊടി, ആൻറ്റി ഇൻഫ്ലമേറ്ററി പവറുള്ള ഒരു സ്പൈസസ് ആണിത്. അമേരിക്കയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഇത് കൊളസ്ട്രോൾ കുറെയെങ്കിലും കുറയ്ക്കുവാൻ സഹായിച്ചേക്കും എന്ന് പ്രാഥമിക റിപ്പോർട്ടുകളിൽ കാണുന്നു. നമ്മുടെ കരിവേപ്പില യൂറോപ്പിലും അമേരിക്കയിലും ഒന്നും ലഭ്യമല്ലാത്തതിനാൽ അതിനെപ്പറ്റി ശാസ്ത്രീയ പഠനങ്ങളൊന്നും പ്രധാന കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടില്ല. എന്നാൽ ഇതിനോട് സാദൃശ്യമുള്ള പാഴ്സ്ലി ലീവ്സ്, കരിവേപ്പില പോലെ തന്നെ പല സാമ്യങ്ങളുമുണ്ട്. ഇത് കിഡ്നി സ്റ്റോൺസ് കുറയ്ക്കുവാനും രക്തധമനികളുടെ സംരക്ഷണത്തിനും ഉതകിയേക്കുമെന്ന് കരുതപ്പെടുന്നു. ക്യൂമിൻ, ജീരകം, ദഹനത്തെ സഹായിക്കുന്ന മറ്റൊരു സ്പൈസസ് ആണ്. ചില്ലി പൗഡർ, നമ്മുടെ പച്ചമുളകും ചുമന്ന മുളകും ഇന്ന് ആരോഗ്യ സംരക്ഷണ രംഗത്ത് വളരെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. മുളകിൽ അടങ്ങിയിരിക്കുന്ന ഡൈഹൈഡ്രോ കാപ്സിനേറ്റ് എന്ന ഘടകമാണ് ഡോക്ടർ ഡേവിഡ് ഹാർബറിൻ്റെ UCLAയിലെ പഠനത്തിൽ വേദന സംഹാരിയായും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നതായി കരുതപ്പെടുന്നത്. ഇത് ഹൃദ്രോഗത്തെയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെയും പ്രതിരോധിച്ചേക്കാനുള്ള സാധ്യതകളുണ്ടെന്നും ചിലർ കരുതുന്നുണ്ട്. പണ്ട് മുളക് കഴിച്ചാൽ വയറ്റിൽ പെപ്റ്റിക് അൾസർ ഉണ്ടാകുമെന്നൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നല്ലോ. പെപ്റ്റിക് അൾസർ H. pylori എന്ന ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. മിതമായ തോതിൽ ഉപയോഗിക്കപ്പെടുന്ന പെപ്റ്റിക് അൾസർ കുറയ്ക്കുവാനല്ലാതെ കൂട്ടാൻ സാധ്യത കുറവാണ്. നമ്മുടെ സ്പൈസസ് പാചകത്തിൽ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അംശം കുറയ്ക്കുവാൻ സഹായിച്ചേക്കും. പ്രതിദിനം ഒരാൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഉപ്പിൻ്റെ അംശം 1500 മില്ലിഗ്രാമിൽ താഴെയായിരിക്കണമെന്നാണ്. ഉപ്പിന് പകരം സ്പൈസസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ രുചി വ്യത്യാസം അറിയാതെ നമുക്ക് പാചകം ചെയ്ത് കഴിക്കുവാനായിട്ട് സാധിക്കും. സ്പൈസസ് ചേർന്ന് രുചിയായ ആഹാരം സാധാരണ സാവധാനത്തിൽ രുചി അറിഞ്ഞ് നമ്മൾ സമയമെടുത്ത് കഴിക്കുന്നതിനാൽ അമിതമായി അധികം കഴിക്കാൻ സാധ്യത കുറവാണ്. തന്മൂലം വണ്ണം കൂടുവാനുള്ള സാധ്യതയും കുറവാണ്. മറിച്ച് സ്പൈസസ് ഒന്നുമില്ലാത്ത ബ്ലാൻഡ് ഫുഡ് വേഗത്തിൽ നമ്മൾ വിഴുങ്ങുന്നു, വേഗത്തിൽ കഴിക്കുന്നു. അത് വണ്ണം കൂട്ടുവാനും ഇടയാക്കിയേക്കാം. ഇന്ത്യൻ സ്പൈസസിൻ്റെ പ്രയോജനകരമായ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രയോജനങ്ങൾ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ചാൽ അതിന് നഷ്ടപ്പെട്ടേക്കാം. അമേരിക്കയിൽ മിക്ക ഭക്ഷണ സാധനങ്ങളും എത്ര നാളിനകം ഉപയോഗിക്കണമെന്ന് ബോട്ടിൽ അതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പലപ്പോഴും അത് ഇല്ലാത്തതിനാൽ വളരെ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്പൈസ് പൊടികൾ ഉപയോഗിക്കരുത്. നിവർത്തിയുണ്ടെങ്കിൽ സാധ്യതയുള്ളിടത്തോളം സ്പൈസസ് ഫ്രഷായി ഉപയോഗിക്കണം. പഴയതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പഴയ കാലത്തെ പോലെ ചതച്ചോ പൊടിച്ചോ ഉപയോഗിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. സെൽ മെറ്റബോളിസം പോലെയുള്ള അനേക ശാസ്ത്രീയ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം
ഇന്ത്യൻ സ്പൈസസിൻ്റെ പ്രയോജനങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതിനാൽ അമേരിക്കക്കാർക്കെല്ലാം ഇതിനെപ്പറ്റി കൂടുതലിന്ന് പഠിക്കുകയും അറിയുകയും ചെയ്യാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കക്കാരനായ ഒരു ഡോക്ടർ ഒരു മലയാളിയുടെ ഗൃഹത്തിൽ സഹൃദ ഡിന്നറിനായി എത്തി. നമ്മുടെ എരിവുള്ള മീൻ വേവിച്ചതും എരിശ്ശേരിയും പുളിശ്ശേരിയുമെല്ലാം ആദ്യമായി ഭക്ഷിക്കുവാനിടയായ സായിപ്പ് അന്ന് രാത്രിയിൽ പല പ്രാവശ്യം വയറ്റിളക്കവുമായി ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു. അദ്ദേഹം പിറ്റേ ദിവസം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, കേരള ഫുഡ് ഈസ് സോ ഹോട്ട്, ഇറ്റ് ഈസ് വെരി ഹോട്ട്. But yesterday I realized one thing, why Kerala people do not use toilet paper, but they use water always after going to the toilet. After using this hot food, not only what was going inside me hot, what was coming out of me was also hot. And if I use toilet paper, it can catch fire. ഈ സാഹിബ് തന്നെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, സെൽ മെറ്റബോളിസം ജേർണലിലെ നമ്മുടെ മുളകുപൊടിയെപ്പറ്റിയുള്ള ലേഖനം വായിച്ച ശേഷം ടോയ്ലറ്റ് പേപ്പറിന് തീ പിടിച്ചാലും തരക്കേടില്ല, താനും അല്പാൽപമായി ചില്ലി പൗഡർ ഉപയോഗിക്കുവാൻ തുടങ്ങിയെന്ന്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ YP തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.